എൻ ലാൽകുമാർ, ഇവിടെ ഇവിടെ എന്താണ് ഇപ്പോൾ ഗാന്ധി കുടുംബം എന്നുള്ളത് മോദി എപ്പോഴും പരിഹസിക്കാറുള്ളത് പോലെ പരിഹസിക്കപ്പെട്ട കുടുംബമാണെന്ന് വ്യക്തിപരമായി ഞാനും കരുതുന്നില്ല. ബാക്കി ആ കുടുംബത്തിന് എന്ത് സംഭാവനകൾ വിസ്മരിച്ചാലും 2 രക്തസാക്ഷികളെ രാജ്യത്തിന് വേണ്ടി കൊടുത്ത ഒരു കുടുംബമാണ്. അപ്പോൾ ആ കുടുംബത്തിന് അമേഠിയേക്കാൾ ഈ പറയുന്ന സി എൽ മനോജ് പറയുന്ന പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് നിൽക്കുമ്പോൾ തന്നെ അമേഠിയേക്കാൾ കൂടുതൽ വൈകാരിക ബന്ധം ഈ റായ്ബറേലിയുമായി ഉണ്ട്. സോണിയാഗാന്ധി അനാരോഗ്യം ചൂണ്ടിക്കാട്ടി തവണ മത്സരിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ തുടർച്ചയിൽ രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കട്ടെ എന്ന ആ വൈകാരികത ചെറുഷ് ചെയ്യാനുള്ള അവകാശം ഉറപ്പായും ആ പാർട്ടിക്കില്ലേ ശ്രീ ലാൽകുമാർ? ലുക്ക്, രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കണം എന്നുള്ളത് കോൺഗ്രസ് പാർട്ടിയുടെ ചോയ്സാണ്, ഒരു സംശയവുമില്ല കാര്യത്തിൽ. പക്ഷേ ഞാനൊരു കാര്യം ഓർക്കുമായിരുന്നു. അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ, അമേരിക്കൻ ക്വാഡ്രേനിയൽ ഇലക്ഷനിൽ ഒബാമ അധികാരത്തിലേക്ക് വരുന്ന ആദ്യഘട്ടത്തിൽ നമ്മുടെ ബഹുമാന്യനായ തിരുവനന്തപുരത്തെ ശശി തരൂർ MP അമേരിക്കയിൽ പോയി പ്രസംഗിച്ച ഒരു കാര്യമുണ്ട്. അന്ന് പറഞ്ഞത് അമേരിക്കൻ ജനതയുടെ ഒരു വോട്ട് അമേരിക്കൻ ജനതയ്ക്ക് മാത്രമല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കുക, അതിൻ്റെ റിപ്പിൾ ഇഫക്റ്റ് ലോകം മൊത്തം ഉണ്ടാക്കും എന്ന് പറഞ്ഞ ഒരു പ്രഭാഷണം അദ്ദേഹത്തിൻ്റെ ഉണ്ട്. എന്ന് പറയുന്നത് പോലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഒരിടത്തും നിൽക്കുമ്പം ആ സ്ഥാനാർത്ഥിത്വത്തിന് രാജ്യത്ത് മൊത്തമുള്ള സംഘപരിവാറിനെതിരെയുള്ള ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് അതിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്നൊരു വിമർശനം ഉന്നയിക്കാൻ, അല്ലെങ്കിൽ അങ്ങനൊരു ന്യായമായ അവകാശം ഉന്നയിക്കാനുള്ള എല്ലാ അർഹതയും നമുക്കുണ്ട്. കാര്യം ആൻറ്റി സംഘ് ഫോഴ്സിൻ്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാ ആൾക്കാർക്കും ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഇരിക്കെ അമേഠിയിൽ എന്തുകൊണ്ട് മത്സരിക്കുന്നില്ല രാഹുൽ ഗാന്ധി എന്നുള്ള ചോദ്യമാണ് പ്രധാനമായി വരുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം റായ്ബറേലിയിൽ മത്സരിക്കുന്നു എന്നുള്ളത് എൻ്റെ ഒരു പ്രശ്നമേ അല്ല. വളരെ ആത്മാർത്ഥമായി പറയാം, അദ്ദേഹത്തിന് റായ്ബറേലിയിലും അമേഠിയിലും മത്സരിക്കാമായിരുന്നു. വയനാട്ടിലേക്ക് എന്തിനാണ് വരുന്നത് എന്നുള്ള കാര്യം അടുത്ത വേറെ ചോദ്യമാണ്. അദ്ദേഹത്തിന് അങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അമേഠിയിൽ നിന്നും റായ്ബറേലിയിലും അദ്ദേഹത്തിന് മത്സരിക്കാമായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ ചെയ്യുന്നത് അമേഠിയെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ആ റായ്ബറേലിയെ ചൂസ് ചെയ്യുകയല്ല ചെയ്യുന്നത്, അമേഠിയെ ഒഴിവാക്കുക. രണ്ടാണ്. ഒരു പൊളിറ്റിക്കൽ ലീഡറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നോക്കൂ, സ്മൃതി ഇറാനി എന്ന് പറയുന്ന വ്യക്തി ഒരു അതർ പേഴ്സൺ അല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വയനാട്ടിൽ വരെ വന്ന് രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ച ഒരാളാണ്. നിങ്ങൾ അമേഠിയിലേക്ക് വരൂ എന്ന് അവരൊരു 100 പ്രാവശ്യമെങ്കിലും രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചിട്ടുണ്ട്. ആ വെല്ലുവിളിക്കുന്നത് വഴി കൂടെ പോകുന്ന ആൾക്കാരാരാണ്ട് വെല്ലുവിളിക്കുന്നതിന് നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ല എന്ന് ഒരിക്കൽ കോൺഗ്രസ് പ്രതിനിധി മറ്റൊരു ചർച്ചയിൽ പറഞ്ഞു. അവർ വഴിയിൽ കൂടെ പോകുന്ന ഒരു ലേഡി അല്ല. കാര്യം അവർ രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ പ്രാവശ്യം 50,000-ൽ മേളിലുള്ള ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ച ഒരാളാണ്. എന്നെ തോൽപ്പിച്ച ഒരാൾ എന്നെ വെല്ലുവിളിക്കുമ്പം അവിടെ ചലഞ്ച് മാറി എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു പൊളിറ്റിക്കൽ ലീഡറെ നിങ്ങൾ വരൂ, നമുക്ക് വീണ്ടും മത്സരിക്കാം, അമേഠിയിലേക്ക് വരൂ എന്നുള്ള ചോദ്യത്തിന് മറുപടി ഞാൻ അമേഠിയിലേക്ക് വരും, ജയിക്കുവോ തോക്കുവോ എന്നുള്ളതല്ല, ആ വെല്ലുവിളി ഏറ്റെടുക്കുക എന്നുള്ളതിന് വളരെ പ്രാധാന്യമുണ്ട്. അദ്ദേഹത്തിന് അമേഠിയിലും റായ്ബറേലിയിലും മത്സരിക്കാമായിരുന്നല്ലോ. അപ്പം അദ്ദേഹം അമേഠിയിൽ മത്സരിക്കാതിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ ഒരു ലാക്കിംഗ് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ വിളിക്കാം. അദ്ദേഹം അവിടെ അമ്പെ പരാജയപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല കാര്യത്തിൽ. അദ്ദേഹം ഭയന്ന് മാറി നിൽക്കുന്നത് പോലെ, ഇതിൽ നിന്ന് ഓടിപ്പോകുന്നത് പോലെ. രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം ഇന്ത്യ മുന്നണിയുടെ തലവനായി വരുന്ന ഒരാളാണ്. ഇന്ത്യ മുന്നണി ചിലപ്പോൾ മുന്നിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ പ്രധാനമന്ത്രി ആകുമായിരിക്കാം, നമുക്കറിയില്ല. അദ്ദേഹം റായ്ബറേലിയിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. UP-യിൽ കോൺഗ്രസിന് വലിയ നേട്ടം ഉണ്ടാകട്ടെ, സമാജ്വാദി പാർട്ടിക്കും കോൺഗ്രസിനും വലിയ നേട്ടം ഉണ്ടാകട്ടെ, ഇവർ മത്സരിക്കുന്നിടത്തെല്ലാം വിജയിക്കട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷേ അപ്പോഴും സംഘപരിവാറിനെതിരെ വലിയ സമരം നടത്തുന്നു എന്ന് പറയുന്ന ഒരാൾ, സംഘപരിവാറിൻ്റെ ഈ പറയുന്ന സ്റ്റേച്ചർ, രാഹുൽ ഗാന്ധിയുടെ സ്റ്റേച്ചർ ഇല്ലാത്തൊരു ലീഡറാണ് ഈ പറയുന്ന സ്മൃതി ഇറാനി. അവർക്ക് പൊതുപ്രവർത്തന രംഗത്ത് അത്ര പാരമ്പര്യമുള്ള ആളല്ല. കാര്യം അവർ TV സീരിയൽ അഭിനയിച്ചു. ഞാൻ അതിനെ കേട്ടയിൽ ചെയ്ത് പറയുന്നതല്ല, ഡീഗ്രേഡ് ചെയ്ത് പറയുന്നതല്ല. അവർ TV സീരിയൽ മത്സരിച്ചു, പിന്നെ TV സീരിയലിൽ വരുന്നു, ഡിബേറ്റിൽ പങ്കെടുക്കുന്നു. അങ്ങനെ ഈ ജനങ്ങളുടെ ഇടയ്ക്ക് നിന്ന ഒരാളൊന്നുമല്ല. ഈ പ്രാവശ്യം ശേഖർ ഗുപ്തയുടെ ചാനൽ ദ പ്രിന്റിനകത്തെ ഒരു അഭിമുഖത്തിനകത്ത് പറയുന്നു, അവിടുത്തെ ഒരു സീനിയർ മാധ്യമപ്രവർത്തകൻ പറയുന്നു, അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം അമേഠിയിൽ തോറ്റ ശേഷം അതുവഴി പോയിട്ടേയില്ല. അതുകൊണ്ടാണ് അവർക്ക് കൺഫ്യൂഷൻ. ഗ്രൗണ്ട് റിയാലിറ്റി അമേഠിയിലെ കുറിച്ച് വ്യക്തമായ ധാരണയില്ല എന്ന് ഒരു വിമർശനം പ്രിന്റിൻ്റെ ശേഖർ ഗുപ്തയുടെ ചാനൽ ഉന്നയിക്കുന്നുണ്ട്. കൂടാതെ ഒരു പ്രശ്നം കൂടുണ്ട്. അമേഠിയിൽ ഗാന്ധി കുടുംബത്തിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിൽ നിന്ന് തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് മത്സരിക്കാമല്ലോ എന്നൊരു ചോദ്യം ചോദിച്ചായിരുന്നു. ആ ചോദ്യത്തിന് വേണ്ട എന്നുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിനകത്തും തന്നെയാണ്. കാരണം അതവർ പറയുന്നത് അമേഠിയിൽ
യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി വർക്ക് ചെയ്തതിനെക്കാട്ടിലും കൂടുതൽ പ്രിയങ്ക ഗാന്ധി വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് അവിടുത്തെ ഗ്രൗണ്ട് ലെവൽ റിപ്പോർട്ട് പറയുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ രാഹുൽ ഗാന്ധി തോറ്റെടുത്ത് പ്രിയങ്ക ഗാന്ധി അമേഠിയിൽ ചെന്ന് ഈ പറയുന്ന സ്മൃതി ഇറാനിയെ തോപ്പിച്ചാൽ യഥാർത്ഥത്തിൽ ഈ ഒരു ഡീവാല്യുവേഷൻ ഉണ്ടാവും. ആർക്ക്? രാഹുൽ ഗാന്ധിയുടെ ഇമേജിന്. ആ ഇമേജിന് കോട്ടം തട്ടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് പ്രിയങ്ക ഗാന്ധി മത്സരിക്കേണ്ട, അവിടെ അമേഠിയിൽ മത്സരിക്കേണ്ട എന്നുള്ളതാണ് പറയുന്നത്. അതെനിക്ക് തോന്നുന്നു RSS സംഘപരിവാറിനെതിരെ എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം തോക്കുമെന്നുള്ളൊരു പ്രശ്നം അദ്ദേഹത്തിന് കാണുമായിരിക്കാം. അപ്പോഴും ഈ പറയുന്ന അമേഠിയിലേക്ക് പോകണ്ട, പെങ്ങളെ വിടണ്ട എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നത് വഴി എൻ്റെ ഇമേജ്, ഞാൻ തോറ്റെടുത്ത് പെങ്ങൾ ജയിച്ചാൽ ഉണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ ഇമേജ് ബിൽഡിങ്ങിൻ്റെ ഒരു പ്രശ്നമായിട്ട് കാണുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നു ആൻറ്റി സംഘപരിവാർ ഫോഴ്സിനെതിരെ പ്രതികരിക്കുന്നതിലുള്ള ശക്തി ഇതൊന്നും പോരാ. ഇവിടെ ചുമ്മാ കിടന്ന് ഒച്ച വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഞങ്ങളാണ് മുന്നിൽ എന്ന് പറയാമെന്നല്ലാതെ നിങ്ങളാണ് മുന്നിൽ നിന്ന് നമ്മൾ പൊതുജനം പറയണമെങ്കിൽ നിങ്ങൾ മുന്നിൽ നിന്ന് കാണിക്കുക തന്നെ വേണം. അല്ലാതെ അമേഠിയിലേക്ക് എന്നെ വരൂ എന്ന് വീണ്ടും സ്മൃതി ഇറാനി വെല്ലുവിളിക്കുന്നു. അത് നമ്മൾ ആ വെല്ലുവിളി ഏറ്റെടുക്കണമെന്നുള്ള ചോദ്യമുണ്ട്. നിങ്ങളെ തോപ്പിച്ച 50,000-ൽ പരം ഭൂരിപക്ഷത്തിൽ തോപ്പിച്ച ഒരാൾ നിങ്ങളെ വെല്ലുവിളിക്കുമ്പം ആ വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള ബാധ്യത ഉണ്ട് എന്നാണ് ഒരു പൊതുപ്രവർത്തന രംഗത്തെക്കുറിച്ച് അനലൈസ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഒരു നേതാവിന് വേണ്ടത്. അത് രാഹുൽ ഗാന്ധി കാണിച്ചില്ല എന്നുള്ളതാണ്. 1000 വട്ടം ചിലപ്പോൾ തോറ്റേക്കാം. അവിടെ പോയി നിൽക്കുക എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ സിഗ്നൽ ആണ്, അത് കൊടുക്കണമായിരുന്നു രാഹുൽ.